ഹായ് ഗായ്സ്, ഞാൻ മൊമൈൻഡ് സ്ക്രബ്സ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പോയി ആ സബ്സ്ക്രൈബ് ബട്ടൺ ആദ്യം തന്നെ അമർത്തിക്കോ, എന്നാലേ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യണത് ദോശയൊക്കെ ചുട്ടാണ്. ഈ ഒരു ചുറ്റലൊക്കെ കാണുമ്പോൾ വിചാരിക്കും നല്ല അടിപൊളി ദോശയായിരുന്നു, പക്ഷെ നല്ല കുളമായി. അതെൻ്റെ ഷോർട്സ് കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, നെയ്യൊക്കെ ഇടുമ്പോഴൊക്കെ. പക്ഷെ അത് ഇളകി വന്നില്ല, നല്ലോണം ഒട്ടിയിരുന്നു. എന്തായാലും കഴിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് പിന്നെ വേറെ രക്ഷയില്ല. അങ്ങനെ ദോശയും ചട്നിയും എല്ലാം കഴിച്ച് ഞാൻ ലേറ്റായിപ്പോയി. എനിക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ, അതിൻ്റെ ഓട്ടാണ് ഈ കാണുന്നത്. ഒന്നും ഇട്ടില്ല, വാച്ചോ എൻ്റെ ഹെയർ ബാൻഡ് വെച്ച് മുടി കെട്ടോ ഒന്നും ചെയ്യാണ്ട് ഞാൻ ഓടിപ്പോയി. പിന്നെ ഞാൻ ഷുഗർ കട്ടായിട്ടാണ് കേട്ടോ. മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അത് മനസ്സിലായി കാണും, പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ചെറുതായിട്ടൊരാഗ്രഹം വന്നപ്പോൾ വാങ്ങിയതാണ്. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ക്ലിനിക്കിലൊക്കെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നല്ല മൂഡുണ്ടെങ്കിലാണ് എനിക്ക് ക്രോഷ്യ ചെയ്യാൻ തോന്നുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വർക്ക് ബാഗിന് ഒരു കീ ചെയിൻ പോലും ഇല്ല. അപ്പോൾ പിന്നെ അതിനൊരു കീ ചെയിൻ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പിങ്ക് കളർ ബോ ഞാൻ ക്രോഷ്യ ചെയ്തു. ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് ക്രോഷ്യ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പഠിച്ചത് തന്നെ, നല്ല ആഗ്രഹിച്ച് പഠിച്ചെടുത്തതാണ്. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, നോക്കിയാൽ മതി. അങ്ങനെ നോക്കൂ, ഇങ്ങനെ ഒരു യാണും ഒരു ഹുക്കും ഒരു നീഡിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോ ഉണ്ടാക്കാം. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞാൻ എൻ്റെ ബേബീനെയും കൊണ്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള പാർക്കിൽ പോയി. ദുബായിൽ മാത്രം ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീക്കെൻഡ് പാർക്സ് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എന്ത് രസമല്ലേ! ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഈ ഒരു ഓക്കെ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ നമ്മൾ കുറേ നടക്കണമെന്ന് പറയുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ വാക്ക് വേസ് ഒക്കെ എൻ്റെ വീട്ടിൻ്റെ, അതാണ് കേട്ടോ എൻ്റെ ബിൽഡിങ്. അപ്പോൾ എൻ്റെ ബിൽഡിങ്ങിനടുത്ത് തന്നെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്കിഷ്ടം പോലെ നടക്കാൻ പറ്റി. ഈ ലോണിലിരുന്നിട്ട് ഞാൻ കുറേ പ്രീനേറ്റൽ യോഗ എല്ലാം ചെയ്തിട്ടുണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ. അങ്ങനെ ഈ പാർക്കിൽ വരുമ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. സീമു നോ 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 ഉണ്ടല്ല, കണ്ണ് തെറ്റിയ അപ്പം എന്തേലും വായിലിട്ടോളും. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ റിയാലിറ്റിയൊക്കെ കണ്ട സ്ഥിതിക്ക് ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്, റിയൽ വേഴ്സസ് റിയാലിറ്റി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിനി സ്ട്രോളറിൽ നേരെ നമ്മുടെ ബിൽഡിങ്ങിലോട്ട് പോകും. അപ്പം അത്രേ ഉള്ളൂ.